ഹല്ലേലൂയ. എത്ര അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു അല്ലേ. കർത്താവ് പേര് ചൊല്ലി വിളിച്ചു, നിന്റെ രോഗം സൗഖ്യപ്പെടുന്നു, നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നു, നിന്റെ സാമ്പത്തിക മേഖല വിട്ടുതരുന്നു. കർത്താവ് ആത്മാവിനാൽ നിറച്ച്, പരിശുദ്ധാത്മാവിൽ നിറച്ച്, പരിശുദ്ധാത്മാവിൽ പൊതിഞ്ഞ് പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റി. കർത്താവ് പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ വാക്ക് കൊടുത്തു, അപ്പാ ഇനി മുതൽ നിന്നെ വിട്ട് ഞാൻ പിന്നോട്ട് പോകില്ല. ഹല്ലേലൂയ. പക്ഷെ 2 ദിവസം ഒരാഴ്ചയിൽ കൂടുതൽ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. എന്താ കാര്യം? റിയൽ ഹോളി സ്പിരിറ്റ് എൻ്റെ അടുക്കലേക്ക് കടന്നു വന്നൊരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുമ്പോൾ ആ സൃഷ്ടിയെ തിരിച്ചറിയാതെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് കടന്നു പോകുന്നവരായി നമ്മൾ മാറുകയാണ്. വലതുകരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. ഒരു രോഗം വന്നാൽ മാറ്റി നിർത്തേണ്ടതാണോ ഈ പരിശുദ്ധാത്മാവ്? അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാമത്തെ വാക്യം ഇപ്രകാരം പറയുകയാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു പ്രവചനമാണ്. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അന്ന് ഇങ്ങനെ സംഭവിക്കും. അടുത്തെന്താ പറയുന്നേ? എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. അടുത്തെന്താ പറഞ്ഞേ? നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അടുത്ത് വീണ്ടും പറയുന്നു, എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഹല്ലേലൂയ. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ കർത്താവ് ആദ്യമായി പറയുന്നൊരു വാക്കുണ്ട്, അന്ന് ഇങ്ങനെ സംഭവിക്കും. ഒന്നാമത്തത്. രണ്ടാമത് പറയുന്നു, നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഹല്ലേലൂയ. അങ്ങനെയാണോ പറഞ്ഞേ? എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും അല്ലെ? ആദ്യം പറഞ്ഞതാ, എല്ലാവരുടെയും മേൽ ഒരാൾ പോലും അവശേഷിക്കാതെ എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. അത് കഴിഞ്ഞു പറയുന്നു, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അടുത്ത ലാസ്റ്റിൽ വേറൊരു കാര്യമുണ്ട്, എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ. അപ്പൊ ആരായി പുത്രന്മാരും പുത്രിമാരും? ദാസന്മാരും ദാസിമാരും. അപ്പൊ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താ? അഹങ്കാരമാണോ? ഞാനെന്ന ഭാവമാണോ? അല്ല. ഒരു ദാസനായി മാറുക, ഒരു ദാസിയായി മാറുക. അതാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ട ഒരു റിയൽ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഒരുവൻ ദാസനായി മാറുക, താഴേക്ക് ഇറങ്ങുക. എത്രത്തോളം നീ ദൈവസന്നിധിയിലേക്ക് എളിമപ്പെടാൻ പറ്റുമോ അത്രത്തോളം നീ എളിമപ്പെടുമ്പോൾ നിന്റെ മേൽ എന്തുവരും? അതാണ് കർത്താവ് ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ പറഞ്ഞത്. നീ എത്രത്തോളം എളിമപ്പെടാൻ പറ്റുമോ? അഹങ്കാരത്തോടെ അല്ല. ഞാൻ വചനപ്രഘോഷകനാണ്, അല്ലെങ്കിൽ ഞാൻ രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്നവനാണ്, അല്ലെങ്കിൽ എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് വാഹനമുണ്ട്, എല്ലാ സുഖസൗകര്യങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് ചിന്തിക്കുന്നവരെ മൂഢരായ മനുഷ്യരാ ഞാനും നിങ്ങളോടൊപ്പം ഉള്ളതാ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ കിട്ടാനുള്ള ക്വാളിറ്റി അതല്ല, മറിച്ച് കർത്താവ് വ്യക്തമായി പറഞ്ഞതാണ്, ദാസനായി ദാസിയായി മാറ്. ഹല്ലേലൂയ. ഇന്ന് ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാ നമ്മൾ ഓരോരുത്തരും അല്ലേ? ആണോ? പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ഒരു ഗിഫ്റ്റ് ആണോ? ആണ്. ഉറപ്പല്ലേ? ഉറപ്പ്. പ്രൈസ് ലോർഡ്. മേലിൽ അങ്ങനെ പറഞ്ഞേക്കരുത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന ഒന്നല്ല, പ്രാർത്ഥിക്കാനുള്ള ഊർജമാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു 100 മീറ്ററോ 200 മീറ്ററോ 500 മീറ്ററോ അല്ലെങ്കിൽ മാരത്തോണോ ഓട്ടം ഓടിക്കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ട്രോഫിയാണോ പരിശുദ്ധാത്മാവ്? അല്ല. ഓടാനുള്ള ഊർജമാണ് പരിശുദ്ധാത്മാവ്. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് കർത്താവ് പറഞ്ഞത് വ്യക്തമായി. അപ്പോസ്തല പ്രവർത്തനത്തിൽ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞ? അപ്പോസ്തല പ്രവർത്തനത്തിൽ പറഞ്ഞൊരു വാക്ക് എന്താ വാക്ക്?
എന്താ പറഞ്ഞ അപ്പോസ്തല പ്രവർത്തനത്തില് 1-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അല്ലെ, ഞാൻ ഒരു സഹായകനെ അയക്കാം, ആ സഹായകൻ കടന്നു വന്നുകൊണ്ട് നിങ്ങളെ സഹായിക്കും. സഹായകനാണ് പരിശുദ്ധാത്മാവ്. നിങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തുവാൻ, ശക്തിപ്പെടുത്തുവാൻ, ബലപ്പെടുത്തുവാൻ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ, പൗത്രതയിൽ ജീവിക്കുവാൻ, പ്രാർത്ഥനയിൽ ജീവിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു ദാനമാണ് പരിശുദ്ധാത്മാവ്. അല്ലാതെ ഒരു കരസ്മാറ്റിക്കാർക്കോ അല്ലെങ്കിൽ വചനപ്രഘോഷകർക്കോ ഉള്ള പ്രത്യേക ഒരു പ്രോഡക്റ്റ് അല്ല പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ആരുടെയും കുത്തകയല്ല. ഹല്ലേലൂയ. ആരുടെയെങ്കിലും കുത്തകയാണെന്ന് വിചാരിക്കുന്നുള്ളവര് ഇപ്പോഴേ മാറ്റിക്കോ. ഇത് ആരുടെയും കുത്തകയല്ല. അതാ കർത്താവ് ആദ്യമേ പറഞ്ഞത് ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, ഒരാൾ പോലും കുറയാതെ. പക്ഷെ എല്ലാവരും എൻ്റെ പുത്രന്മാരും പുത്രിമാരുമായി മാറണം. എപ്പോ? ദാസനും ദാസിയും. ഹല്ലേലൂയ. ഇന്ന് ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുമ്പോൾ എന്തിനു വേണ്ടിയാ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്തിനു വേണ്ടിയാ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ആഗ്രഹിക്കുക? ഒന്ന് പറയാമോ? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പരിശുദ്ധാത്മാവ് എൻ്റെ വരണം? എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. പിന്നെ ജ്ഞാനം, വിവേകം, ബുദ്ധി, അറിവ്, ഇങ്ങനെ കുറേ കിടപ്പുണ്ട്. ഹല്ലേലൂയ. അല്ലേ, അത് കുറേ കിടപ്പുണ്ട്. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുന്നത്? ചിലർ ആഗ്രഹിക്കുന്നത് വരങ്ങൾക്ക് വേണ്ടി. അല്ലേ, വരങ്ങൾ നിറയട്ടെ, രോഗശാന്തി വരം, ഡെലിവറൻസ് വരം, എന്താ പറയുക, ശുശ്രൂഷ വരം, പ്രഘോഷണ വരം, പ്രവചന വരം. ഇതിനു വേണ്ടി പലരും പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുന്നു. വലതുകരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ? ദൈവത്തിൻ്റെ ആത്മാവ്. വീണ്ടും ചോദിക്കുന്നു, എന്താണ് പരിശുദ്ധാത്മാവ്? ഹല്ലേലൂയ. പരിശുദ്ധിയുടെ ആത്മാവ്. ഒരു വ്യക്തി, നമ്മൾ എല്ലാവരും എണ്ണയാട്ടാനൊക്കെ പോയിട്ടുണ്ട്. എണ്ണയാട്ടാൻ പോയിട്ടുള്ളവരുണ്ടോ? ഇല്ലേ? കുഞ്ഞുനാളിലൊക്കെ നമ്മൾ എണ്ണയാട്ടാനൊക്കെ നമ്മൾ പോയവരാണ്. എണ്ണയാട്ടാനായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ കൊപ്ര ഉണക്കി കൊണ്ടുപോകും. അല്ലേ, ഉണക്കി കൊണ്ടുപോയി മില്ലിൽ കൊണ്ടുപോയി എണ്ണയാട്ടാനായിട്ട് കൊണ്ട് കൊടുത്തു. ചക്കിൽ, അത് തന്നെ ചക്കിൽ എണ്ണയാട്ടാൻ കൊണ്ട് കൊടുത്തു. ചിലത് നോക്കണം, അങ്ങനെയൊക്കെ ഉണ്ടോ? ഒരു ഇതും ഇല്ലാത്ത പോലെ നിങ്ങളൊക്കെ ആട്ടിയിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. എണ്ണയാട്ടാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു കുപ്പിയിൽ എണ്ണ കിട്ടി. അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ പ്രോഡക്റ്റും കൂടെ വന്നു. എന്താ അത്? പിണ്ണാക്ക്. ഹല്ലേലൂയ. അല്ലേ, പോയതെന്തിനാ? കിട്ടിയപ്പോൾ കൂടെ എന്താ കിട്ടിയേ? പിണ്ണാക്കും കൂടെ കിട്ടി. ഹല്ലേലൂയ. ഇനി നിങ്ങളോട് ഒരാൾ ചോദിക്കുക, മക്കളെ നിങ്ങൾ എവിടെ പോയി? പിണ്ണാക്കാട്ടാൻ പോയെന്ന് ആരെങ്കിലും പറയോ? ഇല്ല. പറയോ? ഇല്ല. അപ്പോ എണ്ണയാട്ടാനാ ഞാൻ പോയത്. എണ്ണ എന്ന് പറയുന്നത് മെയിൻ പ്രോഡക്റ്റ് അല്ലേ, പിണ്ണാക്കെന്ന് പറയുന്നത് സബ് പ്രോഡക്റ്റ്. ഹല്ലേലൂയ. അതാണ് പരിശുദ്ധാത്മാവിന്റെ മെയിൻ പ്രോഡക്റ്റ് ആണ് ഹോളിനെസ്, പരിശുദ്ധി. സബ് പ്രോഡക്റ്റ് ആണ് വരങ്ങൾ. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ നിന്നിൽ സബ് പ്രോഡക്റ്റൂടെ ആഡ് ചെയ്യും. അല്ലേ? പക്ഷെ ഇന്ന് എല്ലാവരും എന്തിനാ പോണേ? പിണ്ണാക്കിൻ്റെ പിന്നാലെയാ. ഹല്ലേലൂയ. ശരിയല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഞാൻ വില കുറച്ചല്ല വരങ്ങളെക്കുറിച്ച് പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്തിനാ? വരങ്ങൾക്ക് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ പരിശുദ്ധിയുടെ ആത്മാവിനെ സ്വീകരിക്കാൻ, ഹോളിനെസ് സ്വീകരിക്കാൻ, വിശുദ്ധിയുടെ ആത്മാവിനെ സ്വീകരിക്കാനായിട്ട് പലരും തയ്യാറെടുക്കുന്നില്ല. ആത്മാവിനെ വിളിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രധാനപ്പെട്ട പ്രാർത്ഥന നേരത്തെ പറഞ്ഞതുപോലെ, ഒരു എണ്ണ മെയിൻ പ്രോഡക്റ്റ് ആണെങ്കിൽ സബ് പ്രോഡക്റ്റ് ആയ പിണ്ണാക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിനക്ക് വരിക. എണ്ണാട്ടാൻ പോകുമ്പോൾ നീ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ, പരിശുദ്ധാത്മാവിൽ ജ്വലിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ആത്മാവിൽ നിറഞ്ഞു നീ നടക്കുമ്പോൾ നീ പോലും അറിയാതെ നിന്റെ ഉള്ളിൽ വരങ്ങൾ കൊണ്ട് നിറയപ്പെടും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ വിളിക്കുക പരിശുദ്ധാത്മാവിനെ. എന്തിനാ പരിശുദ്ധാത്മാവിനെ വിളിക്കേണ്ടത്? എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ
വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. പരിശുദ്ധാത്മാവേ കടന്നു വാ എന്നെ സഹായിക്കാൻ. അതാണ് അവന്റെ ദൗത്യം. ഹല്ലേലൂയ. ഒരു പരിശുദ്ധാത്മാവിന്റെ ദൗത്യമെന്ന് പറയുന്നത്, നീ എവിടെയാണോ തോറ്റ് കിടക്കുന്നത് അവിടെ നിന്നെ വിജയിപ്പിക്കുവാൻ വരുന്നവനാണ് പരിശുദ്ധാത്മാവ്. നീ എവിടെയാണ് തകർന്നു കിടക്കുന്നത്, ആ തകർച്ചയിലേക്ക് നീ വിളിക്കുമ്പോൾ ആ തകർച്ചയെ ഉയർച്ചയാക്കി മാറ്റുന്നവനാണ് പരിശുദ്ധാത്മാവ്. വലതുകരമുയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. പലരും വിളിക്കാറില്ലേ? നമ്മൾ പലരും പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വിരളമാണ്. ഒരു പ്രാർത്ഥനയിൽ കൂട്ടായ്മയിൽ ഒരു പരിശുദ്ധാത്മാവിനെ ഗാനം പാടിക്കൊണ്ട് നിറഞ്ഞ് കടന്നു പോകുന്നൊരവസ്ഥയിലാണ് മാറുന്നത്. ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, ശക്തമായി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കടന്നുപോയി സ്വർഗത്തിലെത്തുമ്പോൾ നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുവാൻ എൻ്റെ സഹായകനായ ആത്മാവ്, എൻ്റെ തന്നെ ആത്മാവിനെ ഞാൻ നിങ്ങളിലേക്ക് വർഷിക്കും. അവൻ കടന്നു വന്നുകൊണ്ട് നിങ്ങളെ നേരായ മാർഗം പഠിപ്പിക്കും, നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും, വിശുദ്ധിയിൽ നടക്കുവാൻ പഠിപ്പിക്കും. ഏതാണ് നല്ലത് ഏതാണ് മോശമായതെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായൊരു ബോധ്യം അവൻ നിങ്ങൾക്ക് നൽകും. ആ ബോധ്യത്തിലൂടെ നിങ്ങൾക്ക് കടന്നു പോകുവാനായിട്ട് സാധിക്കും. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധ അമ്മയുടെയും സ്ത്രീകന്മാരുടെയും മധ്യേ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ആഗ്രഹത്തോടുകൂടി ആത്മാവ് നിറഞ്ഞു വരുന്ന നിമിഷം പെന്തക്കോസ്ത് നാളിൽ. വലതുകരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ അന്യഭാഷകൾ സംസാരിച്ചു, അധരം തുറന്ന് ദൈവത്തെ സ്തുതിച്ചു, മഹത്വപ്പെടുത്തി. കണ്ടു നിന്നവർ മദ്യപിച്ച് ഉന്മത്തരായി കളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ പത്രോസ് എണീറ്റ് നിന്ന് പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നില്ലേ ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ജോയേൽ പ്രവാചകൻ പറഞ്ഞ ഒരു പ്രവചനമാണ് ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. പത്രോസ് കോട്ടിയത് വചനമാണ് ഞാൻ ഇന്നിപ്പോൾ പറഞ്ഞത്. പത്രോസ് പ്രസംഗിച്ച പ്രസംഗത്തിലെ ആദ്യത്തെ കോട്ടിംഗ് വാക്കാണ്, വേർഡാണ് ഞാനിപ്പോൾ തുടക്കത്തിലെ കുറിവാക്യമായി ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. എണീറ്റ് നിന്ന് പറഞ്ഞു, നിങ്ങൾ എന്താ പറയുന്നത്? ഞങ്ങൾ മദ്യപിച്ചെന്നോ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പ്രവാചകൻ ജോയേൽ 2-ാം അധ്യായം 28 പറഞ്ഞു, ഇങ്ങനെ സംഭവിക്കും അന്ന്, എന്ന്, ഇന്ന്, എപ്പോൾ, ഇപ്പോൾ. ഹല്ലേലൂയ. ജ്വലിക്കാൻ തുടങ്ങി. ഒരൊറ്റ പ്രസംഗത്തിൽ എത്ര പേരാ മാനസാന്തരപ്പെട്ടെ? 3000-ഓളം പേര് മാനസാന്തരപ്പെട്ടു. ഹല്ലേലൂയ. വെറും മുക്കുവനായിരുന്ന പത്രോസ്, വെറും മുക്കുവനായിരുന്ന വിദ്യാസമ്പന്നനല്ലാത്ത, ഒരു കോളേജിലും പഠിക്കാൻ പോകാത്ത വെറും മുക്കുവനായിരുന്ന പത്രോസിന്റെ അടുക്കിലേക്ക് കടന്നു വന്നുകൊണ്ട് കർത്താവിന്റെ ആത്മാവ് നിറഞ്ഞപ്പോൾ അവൻ ചാടി എണീറ്റ് പ്രസംഗിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാനും ഒരു മുക്കുവനാ. ഹല്ലേലൂയ. മുക്കുവനെന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുന്നത്, അതൊക്കെ ഇങ്ങനെ കയറി വരും. ഹല്ലേലൂയ. എടാ, ഞാനൊരു മുക്കുവനാണ്, ഒരു മുക്കുവൻ്റെ മോനാണ് ഞാൻ. മുക്കുവരെന്ന് പറഞ്ഞ ഒരു പ്രത്യേകതയുണ്ട്. കർത്താവ് ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുത്തതും മുക്കുവന്മാരല്ലേ. അവർ കണ്ണും പൂട്ടിയാണ് പോകുന്നത് അല്ലേ, ഒന്നും നോക്കില്ല. വിളിച്ചറിഞ്ഞോ, വാ എന്നാ പോവാം. ഹല്ലേലൂയ. എവിടെയാ പോകണമെന്ന് ചോദിക്കോ? ഇല്ല. സ്നേഹിച്ചാലോ അങ്ങ് പറിച്ചങ്ങ് കൊടുക്കും. ഹല്ലേലൂയ. അതാണ് അവരുടെ ഒരു പ്രത്യേകത. അതാണ് ഏറ്റവും കൂടുതൽ കർത്താവ് വിളിച്ചത് അവരെയാണ്. ഒരു വിദ്യയുമില്ലാത്ത പത്രോസ് വലയെറിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, എടാ നീ അത് ഉപേക്ഷിക്ക്, നിനക്ക് ഞാൻ ഒരു പുതിയ വല തരാം. ഹല്ലേലൂയ. നീ ഈ ലോകത്തെ പിടിക്കാനുള്ള വലയല്ല, നിന്നെ ഞാൻ പുതിയ വല, ആത്മാക്കളെ പിടിക്കാനുള്ള ഒരു പുതിയ വല ഞാൻ നിനക്ക് നൽകാമെന്ന് പറഞ്ഞ് ആ വല ഉപേക്ഷിച്ചുകൊണ്ട് പത്രോസ് ഓടിപ്പോകുക കർത്താവിന്റെ പിന്നാലെ. പിന്നെ കർത്താവ് പത്രോസ് ആകുന്ന പാറമേൽ അവന്റെ സഭയെ പണിതു. വളരെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരി സഹോദരന്മാരെ തിരിച്ചറിയുക, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് നിങ്ങൾക്ക് യോഗ്യത ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഏറ്റവും യോഗ്യതയുള്ളത് ആർക്കാ? ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള യോഗ്യത ഉള്ളത് ആർക്കാ? പാപികൾക്കാ. ഹല്ലേലൂയ. ശരിയല്ലേ? പാപികൾക്കാ. പാപമില്ലാത്തവന് പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവിനെ വേണ്ടതാർക്കാ? പാപികളാണെങ്കിൽ പിടിച്ചോ. ഹല്ലേലൂയ. ഞാനിപ്പോൾ വിശുദ്ധനാ, എനിക്കൊന്നും കുറവില്ല എന്നാ വേണ്ട. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു, ഞാനാണ് ഈ പാപികളിൽ വെച്ച് ഏറ്റവും വലിയ പാപി. അവൻ പറഞ്ഞു, അവനിൽ നിറഞ്ഞു, അവൻ ജ്വലിച്ചു. സാവൂൾ പിന്നെ ആരായി മാറി? പൗലോസായി മാറി. പിന്നെ ഓടാൻ തുടങ്ങി. അവൻ പറഞ്ഞു, എൻ്റെ ഓട്ടം ഞാൻ പൂർത്തീകരിച്ചു. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ,
സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ആത്മാവ് നിറയപ്പെടുമ്പോൾ നീ പോലും അറിയാതെ നിന്നിലൂടെ പല ആത്മീയ ചൈതന്യങ്ങളും ഒഴുകിക്കൊണ്ടിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവായ ദൈവം കൂടാര തിരുനാളിന്റെ അവസാന ദിവസം കർത്താവ് എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ പ്രസംഗിച്ചു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കലേക്ക് കടന്നു വരട്ടെ അവരുടെ ഹൃദയത്തിൽ നിന്നും. ഹല്ലേലൂയ. അടുത്തെന്താ പറഞ്ഞ? ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവി ഒഴുകും. പ്രൈസ് ദി ലോർഡ്. കൂടാര തിരുനാൾ എന്ന് പറയുന്നാൽ യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു തിരുനാളാണ്. ഏറ്റവും വലിയൊരു തിരുനാളാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്നതല്ല. നമ്മുടെ നാട്ടിൽ 10 ദിവസമൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു 10 ദിവസത്തെ നിങ്ങൾ കാണിച്ചു തരുന്ന മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന കൂടാര തിരുനാൾ. ഈ കൂടാര തിരുനാളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പലരും പല സ്ഥലങ്ങളിൽ നിന്നും ദേശങ്ങളിൽ നിന്നും മാസങ്ങൾക്ക് മുമ്പേ ഈ കൂടാര തിരുനാളിന് ഈ ദേവാലയത്തിൻ്റെ മുമ്പിലേക്ക് ഇവർ കടന്നു വരും. ഈ കടന്നു വരുമ്പോൾ ഈ കൂടാര തിരുനാളിൻ്റെ ഏറ്റവും അവസാന ദിവസം അവിടെ ഒരു വലിയ മഹാ അത്ഭുതം നടക്കും. ആ അത്ഭുതം കാണാനും അതിൽ കുളിച്ച് സന്തോഷത്തോടെ പോകുക എന്നുള്ളതാണ് ഈ യഹൂദരുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം. പല രാജ്യങ്ങളും ഒരു നദീതട സംസ്കാരത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ഇന്ത്യ സിന്ധു നദീതട സംസ്കാരം. അതിന് പല രാജ്യങ്ങളും ഓരോ നദീതീരത്തിൽ അവരുടെ സംസ്കാരം വന്നപ്പോൾ ആ നദീതര സംസ്കാരങ്ങൾ കടന്നു വന്നു. പക്ഷേ ഈ മക്കൾക്ക്, യഹൂദർക്ക് ഒരു സങ്കടമുണ്ട്. അവർക്ക് സ്വന്തമായ ഒരു നദി ഇല്ല. അവർക്ക് സ്വന്തമായ ഒരു നദിയില്ല. പക്ഷെ അവര് ആ ജനങ്ങളെ പഠിപ്പിച്ചിരുന്നു, നമുക്ക് സ്വന്തമായൊരു നദിയില്ല, പക്ഷേ നമ്മുടെ ഹൃദയത്തിലൂടെ ഒരു നദി ഒഴുകുന്നു. ഹല്ലേലൂയ. അതാണ് അവര് ആ ജനങ്ങളെ പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ, അങ്ങനെ കടക്കുമ്പോഴും ഇവർ കൃത്രിമമായി ഒരു നദി രൂപപ്പെടുത്തുകയാണ് ഈ കൂടാര തിരുനാളിൻ്റെ ഏറ്റവും അവസാന ദിവസം. ഹല്ലേലൂയ. കൂടാര തിരുനാളിൻ്റെ ഏറ്റവും അവസാന ദിവസം യേശുവിൻ്റെ ശിഷ്യന്മാരും സഹോദരങ്ങൾ എല്ലാവരും വരുന്നു. അവരൊക്കെ നേരത്തെ വന്നു, യേശുവും വന്നു. ഈ കൂടാര തിരുനാളിൻ്റെ പ്രത്യേകത, സ്വന്തമായി നദി ഇല്ലാത്തത് കൊണ്ട് ഇവർ ഒരു കൃത്രിമ നദി ഉണ്ടാക്കി. അവിടുത്തെ പുരോഹിതരെല്ലാവരും കുടം നിറയെ വെള്ളമെടുക്കും. ഈ കുടം നിറയെ വെള്ളമെടുത്തിട്ട് ഈ ദേവാലയത്തിൻ്റെ ഒരു മുകൾ ഭാഗത്തെത്തി ഈ കുടം അവിടെ നിന്ന് ഒഴുക്കും. വെള്ളം ഇങ്ങനെ ഒഴുക്കി വിടും. ഈ വെള്ളം ഇങ്ങനെ ഒഴുക്കി വിടുമ്പോൾ ഈ വെള്ളം ഒരു കുടമല്ല, കുറേ കുടങ്ങൾ ഇവർ പുരോഹിതരെല്ലാം കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുക്കി വിടും. അങ്ങനെ അവർ ഒരു നദി അതിലെ ഒഴുക്കാൻ തുടങ്ങി. ഒരു കൃത്രിമമായ ഒരു നദി ഒഴുക്കാൻ തുടങ്ങി. ഈ നദി ഒഴുകുന്ന ഈ ജലത്തിൽ നിന്നും കോരിക്കുടിച്ച് തൃപ്തി അടയുകയായിരുന്നു ഈ ജനങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഈ കൂടാര തിരുനാളിൻ്റെ അവസാനത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ നിൽക്കുമ്പോഴാണ് യേശുനാഥൻ ഈ ജലം വരുന്നതും കാത്ത് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജനങ്ങൾ ഇങ്ങനെ നിൽക്കുക. ഒരു മണ്ണിട്ടാൽ പോലും നിലത്ത് വീഴാൻ പറ്റാത്ത വിധം ജനങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ വെള്ളം വരുന്നതും കാത്ത് ആ വെള്ളം ഒന്ന് കോരിയെടുക്കാൻ, ആ ജലത്തിലൊന്ന് ഇറങ്ങാൻ, ഒന്ന് കുളിക്കാൻ, ഒന്ന് മുങ്ങിക്കുളിക്കാൻ എന്ന ആഗ്രഹത്തോടെ നിൽക്കുമ്പോഴാണ് യേശുനാഥൻ ഒരു പൊക്കമുള്ള ഒരു മലയുടെ മുകളിൽ കയറുന്നെന്ന് പറഞ്ഞത് എന്താ? ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ അവർ എൻ്റെ അടുക്കലേക്ക് വരട്ടെ. എന്നെ പറഞ്ഞേ, എല്ലാവരും എന്ത് ചെയ്തു? ഇവിടെ പ്രതീക്ഷിച്ച് നിന്നപ്പോൾ ഒരാൾ അവിടെ നിന്ന് എല്ലാവരും ഇങ്ങനെ നോക്കി, ഇതാരാടാന്ന്. ഹല്ലേലൂയ. ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവർ എൻ്റെ അടുക്കലേക്ക് കടന്നു വരട്ടെ. അവരുടെ ഹൃദയത്തിൽ നിന്നും എന്തൊഴുകും? ജീവജലത്തിന്റെ അരുവി ഒഴുകും. അടുത്ത കർത്താവിന്റെ വചനം താഴേക്ക് പറഞ്ഞു, അതുവരെ പരിശുദ്ധാത്മാവിനെ നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, അപ്രകാരം പറഞ്ഞു. അതുവരെ കർത്താവ് പൗത്രീകരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് എന്നിൽ നിറയാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ആരായിരുന്നു? അവന്റെ പീഡാസഹനമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ പീഡാസഹനവും മരണവുമാണ്
ഈ ഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവ് വരുവാനുള്ള യോഗ്യത. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ കടന്നുപോയി. കാരണം അവൻ്റെ പീഡാസഹനങ്ങളിലും അവൻ്റെ യാതനകളുമാണ് കടന്നുപോയതിൻ്റെ ഉത്തരമാണ്, മരണത്തിൻ്റെ ഉത്തരമാണ്, ഉത്തിതനായവൻ്റെ ഉത്തരമാണ് ഈ പരിശുദ്ധാത്മാവ്. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തമായി പറയട്ടെ ഹല്ലേലൂയ, സ്വരമുയർത്തി പറയട്ടെ ഹല്ലേലൂയ. സഹോദരങ്ങളെ, അങ്ങനെ കർത്താവ് പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എൻ്റെ അടുക്കലേക്ക് കടന്നു വാ, അവരുടെ ഹൃദയത്തിൽ നിന്നും ജീവ നദി ഒഴുകും. അങ്ങനെ ഒഴുകിയ ഒരു നദിയായിരുന്നു കൽക്കത്ത നഗരിയിലെ മദർ തെരേസ. ഹല്ലേലൂയ. അങ്ങനെ ഒഴുകിയ ഒരു നദിയായിരുന്നു ഭരണങ്ങാനത്തൊഴുകിയ വിശുദ്ധ അൽഫോൺസമ്മ. അങ്ങനെ ഒഴുകിയ, കേരളത്തിൽ ഒഴുകിയ ഒരു നദിയായിരുന്നു വിശുദ്ധ ചാവറാച്ചൻ. ഹല്ലേലൂയ. അങ്ങനെ ഭാരതത്തിൽ ഒഴുകിയ ഒരു മഹാനദിയായിരുന്നു തോമസ് ലീഗ. അങ്ങനെ ഒഴുകിയ ഒരു മഹാനദിയായിരുന്നു കാറ്റാടി മലയിലെ ഒരു അൽമായനായ ദൈവ സഹായം പിള്ള. ഹല്ലേലൂയ. അവരാരിൽ നിന്നും കോരി കുടിച്ചു? യേശുവിൽ നിന്ന്. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ വാ, എന്നിൽ നിന്ന് നിങ്ങൾ കോരി കുടിക്കുക. ഓരോ വിശുദ്ധരുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ അവരെല്ലാവരും ആ ജീവനദിയിൽ നിന്നും കോരിക്കുടിച്ചപ്പോ അവരുടെ ഹൃദയത്തിൽ നിന്നും വലിയൊരു മഹാനദി പൊട്ടിപ്പുറപ്പെട്ടു. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. യൂറോപ്പിൽ എവിടെയോ കിടന്ന ഒരു നദി യേശുവിനെ സ്വീകരിച്ചപ്പോ എനിക്ക് ഇവിടെ ഒതുങ്ങിക്കൂടേണ്ടതല്ല, മറിച്ച് ഭാരത മണ്ണിലേക്ക് കടന്നു വരണമെന്നും കൽക്കത്ത നഗരിയിലേക്ക് കടന്നു വരണമെന്നും കൽക്കത്തയിലെ ഓരോ തെരുവോരങ്ങളിൽ കടന്നുപോയി ആ നദി ഒഴുകാൻ തുടങ്ങിയപ്പോ ആ നദിയിൽ നിന്നും കുറേ പേര് കോരിക്കുടിച്ചു. ദാഹം തീർക്കുവോളം ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നു മഹാനദി. ഇപ്പോഴും ഭരണങ്ങാനത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്നു മഹാനദി. ഭാരത മണ്ണിൽ ഒഴുകിയതാണ് വിശുദ്ധ തോമാസ് ലീഗ. കേരള മണ്ണിൽ നിന്നും മധ്യപ്രദേശ് ഇൻഡോറിലേക്ക് കടന്നുപോയ ഒരു മഹാനദിയായിരുന്നു റാണി മരിയ. ഹല്ലേലൂയ. ഇപ്പോഴും ആ ദേശത്ത് റാണി മരിയ ഒന്നും ചെയ്തില്ല. അവിടെ ഒരു സുവിശേഷ പ്രഘോഷണവും റാണി മരിയ ചെയ്തിട്ടില്ലേ. ഞങ്ങളവിടെ കടന്നുപോയതാണ്. നമ്മൾ ഈ ഇന്റർസെഷൻ ഫോർ ഇന്ത്യ ഭാരത ജെറീക്കോ യാത്രയിലേക്ക് കടന്നു പോയപ്പോൾ റാണി മരിയയുടെ മണ്ണിലേക്ക് ഞങ്ങൾ കടന്നുപോയപ്പോൾ ഒരു കാട്, കൊടുങ്കാട്, അതിൻ്റെ നടുവിൽ റാണി മരിയ ബസ്സിൽ യാത്ര തിരിക്കുമ്പോഴാണ് സമുദ്ര സിംഗ് എന്ന് പറയുന്ന ഒരു യുവാവ് കത്തിയും കൊണ്ട് ബസ്സിനകത്ത് കയറി റാണി മരിയ ആഞ്ഞു കുത്തിയത്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 50-ൽ പരം കുത്തുകൾ ആഞ്ഞു കുത്തുമ്പോഴും അവളുടെ ഹൃദയത്തിൽ നിന്നും ഒഴുകിയത് മഹാനദിയായിരുന്നു. ഹല്ലേലൂയ. അവൾ വിളിച്ചു പറഞ്ഞു, അയ്യോ എന്നെ രക്ഷിക്കണമേ എന്നല്ല, മറിച്ച് ജയ് യേശു, ജയ് യേശു, ജയ് യേശു. മഹാനദി അവളുടെ അതിരങ്ങളിലൂടെ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. അതിനുശേഷം അവിടെ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ക്രിസ്ത്യാനിറ്റി കൂടാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നദി അവിടെ ഒഴുകിയപ്പോൾ ആ നദിയിൽ നിന്ന് പലരും കോരി കുടിക്കാൻ തുടങ്ങി. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഞാൻ തുടക്കത്തിലേ പറഞ്ഞൊരു കാര്യമുണ്ട്. കിട്ടിയ അഭിഷേകം, കിട്ടിയ കൃപ നിസ്സാരമായി തള്ളിക്കളയേണ്ടതല്ല. ഒരു മഹാനദിയാണ് നിങ്ങളുടെ ഹൃദയത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ മഹാനദിയുടെ എന്താ പറയുന്ന ഒഴുക്ക് തടയാൻ കല്ല് കൊണ്ടിടരുതേ. ഹല്ലേലൂയ. രോഗമാകുന്ന പ്രശ്നം വരുമ്പോൾ ഒരു കല്ല് കൊണ്ടിടരുതേ. സാമ്പത്തിക ഞെരുക്കമാകുന്ന പ്രശ്നം വരുമ്പോൾ ഒരു കല്ല് കൊണ്ടിടരുത്. അത് ഒഴുകിക്കൊണ്ടിരിക്കണം. എൻ്റെ ഇടവകയിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കൂട്ടായ്മയിൽ ഞാനാകുന്ന ഒരു മഹാനദി ഒഴുകുമ്പോൾ എന്നിൽ നിന്നും കോരിക്കുടിക്കുന്നവർ സംതൃപ്തി അടയും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഹല്ലേലൂയ. ആദ്യം ഇതിൻ്റെ വില എന്താണെന്ന് അറിഞ്ഞാൽ ഇതിനെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഇത് റിയൽ വാല്യൂ എന്താണെന്ന് അറിയണം. ഈ ഹോളി സ്പിരിറ്റിൻ്റെ റിയൽ വാല്യൂ അറിയാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം.